ഹലോ എവരി വൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൈതൺ അപ്ലിക്കേഷൻസിനെ കുറിച്ചാണ്. എന്തൊക്കെയാണ് പൈതൺ അപ്ലിക്കേഷൻസ് എന്നുള്ളത് വൺ ബൈ വൺ ആയിട്ട് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ആദ്യം തന്നെ നമുക്കറിയാവുന്ന പോലെ പൈതൺ ഒരു ജനറൽ പർപ്പസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് എല്ലാ ഡൊമൈൻസിലും, പ്രത്യേകിച്ച് നമ്മുടെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻ്റ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തൊക്കെ അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പൈതൺ ഏതൊക്കെ സെക്ടേഴ്സിനകത്ത് യൂസ് ചെയ്യുന്നൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ കണ്ടൊരു പോയിൻ്റാണ് പൈതണിൻ്റെ കുറേ പ്രത്യേകതകൾ കാരണം ഒരുപാട് സെക്ടേഴ്സിനകത്ത് നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ സിംപ്ലിസിറ്റി ഉണ്ട്, അതിൻ്റെ ഈസി ഓഫ് യൂസ് കൊണ്ട്, പിന്നെ അതിൻ്റെ സിൻറ്റാക്സിൻ്റെ പ്രത്യേകത കൊണ്ട്, പിന്നെ അതിനകത്തുള്ള പവർഫുൾ ആയിട്ടുള്ള ലൈബ്രറീസ് എന്നുള്ള റീസൺ കൊണ്ടൊക്കെ അത്രയും അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള നമ്മളുടെ പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ എല്ലാ എമേർജിങ് ഫീൽഡിനകത്തും ഈ പൈതൺ വ്യക്തമായിട്ടുള്ള ഒരു പ്രസൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് വളരെ ഫാസ്റ്റസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ്. അത്രയും അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല ഒരുവിധപ്പെട്ട എല്ലാ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാനും നമുക്ക് ഈ ഒരു പ്രോഗ്രാം യൂസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് പൈതൻ്റെ അപ്ലിക്കേഷൻസ് എന്നാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്കൊരു ഡയഗ്രാം കാണാം. അതിനകത്ത് ഏതൊക്കെയാണ് പറയുന്നത്: വെബ് ആപ്ലിക്കേഷൻ, ഡെസ്ക്ടോപ്പ് GUI ആപ്ലിക്കേഷൻസ്, കൺസോൾ ബേസ്ഡ് ആപ്ലിക്കേഷൻ, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, സയൻറ്റിഫിക് ന്യൂമറിക് ആപ്ലിക്കേഷൻ, ബിസിനസ് ആപ്ലിക്കേഷൻ, ഓഡിയോ ഓർ വീഡിയോ ബേസ്ഡ് ആപ്ലിക്കേഷൻ, 3D CAD ആപ്ലിക്കേഷൻ, എൻ്റർപ്രൈസ് ആപ്ലിക്കേഷൻസ്, ഇമേജ് പ്രോസസ്സിംഗ് ആപ്ലിക്കേഷൻ, അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസിൽ അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് ഈ പൈതൺ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം എങ്ങനെയാണ് ഓരോ ആപ്ലിക്കേഷനകത്തും പൈതൺ യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. ആദ്യം തന്നെ വെബ് ആപ്ലിക്കേഷൻസ് എടുത്തു കഴിഞ്ഞാൽ, വെബ് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ കോമൺലി യൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അതിനകത്തുള്ള ലൈബ്രറീസാണ് മെയിനായിട്ടും, പ്രത്യേകിച്ച് നമ്മളുടെ ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾസ് ആയിട്ടുള്ള HTML, XML, JSON എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മേഖലകളിൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പൈതൺ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്സാമ്പിൾസ് ഏതൊക്കെ വരുന്നത്: HTML, XML, JSON, ഇമെയിൽ പ്രോസസ്സിങ്, റിക്വസ്റ്റ്, ബ്യൂട്ടിഫുൾ സൂപ്പ്, ഫീഡ് പാസർ എന്നൊക്കെ പറഞ്ഞ് ഇൻ്റർനെറ്റിൻ്റെ എല്ലാ സെക്ടേഴ്സിനകത്തും നമ്മൾ ഈ പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് വെബ് ഫ്രെയിം വർക്കായിട്ടാണ്. പൈതൻ്റെ ഒരു ബെസ്റ്റ് വെബ് ഫ്രെയിം വർക്കാണ് ജാങ്കോ എന്ന് പറയുന്നത്. അത് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ യൂസ് ചെയ്യുന്ന ഒരു ഫ്രെയിം വർക്കാണ്. പിന്നെ ഒരുപാട് യൂസ്ഫുള്ളായ ഫ്രെയിം വർക്ക്സ് ഇതുപോലെ നമ്മുടെ പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനകത്തുള്ള ചിലതാണ് ഈ പറഞ്ഞ ജാങ്കോ, പിരമിഡ് ഫ്രെയിം വർക്ക്സ്, ഹെവി ആപ്ലിക്കേഷൻസിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്ലാസ്ക് ആൻഡ് ബോട്ടിൽ, അത് മൈക്രോ ഫ്രെയിം വർക്കാണ്. പിന്നെ പ്ലോൺ ആൻഡ് ജാങ്കോ CMS അഡ്വാൻസ്ഡ് കണ്ടൻറ് മാനേജ്മെൻറ്റിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് വെബ് ആപ്ലിക്കേഷനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ വെബ് ആപ്ലിക്കേഷൻസിനകത്ത് കാര്യമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് ഈ പൈതൺ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് HTML, XML, JSON, ഇമെയിൽ പ്രോസസ്സിങ്, ഫീഡ് പാസർ, അതിനകത്തൊക്കെ ഇതിൻ്റെ ലൈബ്രറീസൊക്കെ കാര്യമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ വെബ് ഫ്രെയിം വർക്കായിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ജാങ്കോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പിന്നെയും കുറേ ഫ്രെയിം വർക്ക് ഉണ്ട്. പിരമിഡ് ഫ്രെയിം വർക്ക് ഉണ്ട്. ഹെവി ആപ്ലിക്കേഷനകത്തൊക്കെ യൂസ് ചെയ്യുന്ന, പിന്നെ ഫ്ലാസ്ക് ആൻഡ് ബോട്ടിൽ പറഞ്ഞ മൈക്രോ ഫ്രെയിം വർക്ക് ഉണ്ട്. പിന്നെ പ്ലോൺ ആൻഡ് ജാങ്കോ CMS എന്നൊക്കെ പറഞ്ഞിട്ട് അഡ്വാൻസ് കണ്ടൻറ് മാനേജ്മെൻറ്റിനകത്തും നമ്മളിത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നത് ഡെസ്ക്ടോപ്പ് GUI ആപ്ലിക്കേഷൻസിലാണ്. GUI എന്ന് പറയുന്നത് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ആണ്. ഇതിനകത്ത് ഏത് ആപ്ലിക്കേഷന് വേണമെങ്കിലും നമുക്കൊരു യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്മൂത്ത് ഇൻ്ററാക്ഷൻ പ്രൊവൈഡ് ചെയ്യാൻ GUI യൂസ് ചെയ്യുന്നുണ്ട്. പൈതൺ പ്രൊവൈഡ് ചെയ്യുന്ന TK എന്ന് പറയുന്ന GUI ലൈബ്രറിയാണ് യൂസർ ഇൻ്റർഫേസ് ഡെവലപ്പ് ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ബെസ്റ്റ് ലൈബ്രറി. പിന്നെ അങ്ങനെ ഒരുപാട് GUI ലൈബ്രറീസ് ഉണ്ട് കേട്ടോ പൈതണിന്. അതിനകത്തുള്ളതാണ് കിൻഡർ ഓർ TK, പിന്നെ WX വിഡ്ജറ്റ്, പിന്നെ കിവി, അത് മൾട്ടി ടച്ച് ആപ്ലിക്കേഷൻസിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ PyQt ആൻഡ് PySide എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ലൈബ്രറീസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് ഡെസ്ക്ടോപ്പ് GUIയിലാണ്. അതിനകത്ത് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ്
അതിനകത്ത് നമ്മൾ പൈതണിൻ്റെ ലൈബ്രറീസ് യൂസ് ചെയ്യുന്നുണ്ട്, GUI ലൈബ്രറീസ്. അപ്പോൾ ഒന്ന് നമ്മൾ പറഞ്ഞ ഏതാണ്, ഇവിടെ ഒന്നും പറഞ്ഞില്ല, നമ്മൾ TK പറഞ്ഞു, പിന്നെ കിൻഡർ പറഞ്ഞു, പിന്നെ WX വിഡ്ജറ്റ്, പിന്നെ കിവി, പിന്നെ PyQt, പൈസീഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ GUI ഇൻ്റർഫേസുകൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നത് കൺസോൾ ബേസ്ഡ് ആപ്ലിക്കേഷനാണ്. ഈ കൺസോൾ ബേസ്ഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഈ കമാൻഡ് ലൈൻ ആപ്ലിക്കേഷൻ ഓർ ഷെൽ, ഇത്തരം ആപ്ലിക്കേഷൻസിനകത്തും നമ്മൾ ആക്ച്വലി പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് കഴിഞ്ഞ ജനറേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത്തരം ടൈപ്പ് മെത്തേഡ്സ്, നമ്മൾ ഈ പറയപ്പെടുന്ന കമാൻഡ് ലൈൻ മെത്തേഡ്സ് സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ അത്ര അപ്ലിക്കബിൾ അല്ല എന്ന് തോന്നുന്നു. കുറച്ച് മുന്നേ വരെയായിരുന്നു ഈ കമാൻഡ് ലൈൻസ് ഒക്കെ ഉണ്ടായിരുന്നത്. ഏതായാലും ഇത്തരം ആപ്ലിക്കേഷൻസിലും എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, നമ്മളുടെ പൈതൺ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് മെയിനായിട്ടും എന്താണ്, കമാൻഡ്സ് ആയിട്ടാണ് നമ്മൾ പ്രോഗ്രാമൊക്കെ എക്സിക്യൂട്ട് ചെയ്യുക. നിങ്ങൾ സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും അങ്ങനെ കമാൻഡ്സ് ആയിട്ട് ഓരോ ഡാറ്റ എക്സിക്യൂട്ട് ചെയ്യുന്നത്. പിന്നെ ഇത്തരം ആപ്ലിക്കേഷൻസ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ മുന്നേ ആയിരുന്നു, ഓൾഡ് ജനറേഷൻ കമ്പ്യൂട്ടറിലൊക്കെ ആയിരുന്നു അത്രയും പോപ്പുലർ ആയിട്ടുണ്ടായിരുന്നു. ഇത് അത്രയും പോപ്പുലർ ആയിട്ടല്ല അത് വർക്കാവുന്നത്. ഏതായാലും ഇത്തരം കമാൻഡ് ലൈൻ ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ വളരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് ഈ പൈതൺ എന്ന് പറയുന്നത്. അതിനകത്തുള്ള REPL ഉണ്ട്, റീഡ് ഇവൽ പ്രിൻറ്റ് ലൂപ്പ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. അത് നമ്മളുടെ ഈ ഒരു പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ കമാൻഡ് ലൈൻ ആപ്ലിക്കേഷൻസിനെ ഏറ്റവും ബെസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ യൂസ്ഫുൾ ആക്കിയിട്ടുണ്ട്. പിന്നെന്താണ്, പൈതണിനകത്ത് ഒരുപാട് ഫ്രീ ലൈബ്രറീസും മൊഡ്യൂൾസൊക്കെ അവൈലബിൾ ആണ് കമാൻഡ് ലൈൻ ആപ്ലിക്കേഷൻസൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ. അതുപോലെ തന്നെ റീഡ് ആൻഡ് റൈറ്റ് ഓപ്പറേഷൻസിന് IO ലൈബ്രറീസ് ആപ്ലിക്കബിൾ ആണ്. പിന്നെ പാഴ്സ് ആർഗ്യുമെൻറ്റിന് വേണ്ടി ടെക്സ്റ്റ് ഔട്ട് ഓഫ് ദി ബോക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ അഡ്വാൻസ്ഡ് ലൈബ്രറീസൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കൺസോൾ ആപ്ലിക്കേഷൻസൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏതായാലും ഈ കൺസോൾ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇന്നത്തെ ജനറേഷനിൽ അത്രയും യൂസ്ഫുള്ളായിട്ടോ പോപ്പുലറായിട്ടോ യൂസ് ചെയ്യുന്നതല്ലെങ്കിൽ കൂടി പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് ഈ കൺസോൾ ആപ്ലിക്കേഷൻ എന്ന് പറയപ്പെടുന്നത്. അത് ഓൾഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ആയിരുന്നു ആക്ച്വലി കമാൻഡ് ലൈൻ മെത്തേഡ് എന്നൊക്കെ പറയുന്നത്. ഇനിയും ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്, നമുക്ക് അടുത്ത ക്ലാസ്സിലായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തൊക്കെയായിരുന്നു, ഒന്ന് വെബ് ആപ്ലിക്കേഷൻസ് ആയിരുന്നു. വെബ് ആപ്ലിക്കേഷൻസിലൊക്കെ നമ്മൾ പൈതണിൻ്റെ ഒരുപാട് ലൈബ്രറീസൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്രെയിം വർക്ക്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്, ജാങ്കോ, പിരമിഡ്, ഫ്ലാസ്ക്, ബോട്ടിൽ, പ്ലോണ്, ജാങ്കോ, CMS എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഡെസ്ക്ടോപ്പ് GUI ആപ്ലിക്കേഷനകത്ത് നമ്മൾ പൈതൺ യൂസ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് TK ലൈബ്രറി, പിന്നെ കിൻഡർ ലൈബ്രറി, WX വിഡ്ജറ്റ്, കിവി, PyQt, പൈസീഡ് എന്നൊക്കെ പറഞ്ഞ് കുറേ ലൈബ്രറീസ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ കൺസോൾ ബേസ്ഡ് ആപ്ലിക്കേഷൻ എന്നുള്ള കമാൻഡ് ലൈൻ ആപ്ലിക്കേഷൻസ് നമ്മുടെ ഓൾഡ് ജനറേഷൻ ആപ്ലിക്കേഷൻ ആണത് എങ്കിലും അതിനകത്തും പൈതൺ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് പക്ഷേ ഇന്നത്ര പോപ്പുലറായിട്ട് ആളുകൾക്ക് യൂസ് ചെയ്യാവുന്ന പുതിയ അതിലും വലിയ അഡ്വാൻസ്ഡ് മെത്തേഡ്സ് വന്നത് കൊണ്ടാണ്. സോ കൺസോൾ അത്രയും പോപ്പുലർ അല്ല ഇന്നത്തെ കാലത്ത്, എങ്കിലും പൈതൺ അതിനകത്തും യൂസ് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് പൈതൻ്റെ ഇത്തരം ഫ്രീ ലൈബ്രറീസും പിന്നെ IO ലൈബ്രറീസും അഡ്വാൻസ്ഡ് ലൈബ്രറീസൊക്കെ കാരണമാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാ മേഖലകളിലും ആപ്ലിക്കേഷൻസിലൊക്കെ പൈതൺ യൂസ് ചെയ്യുന്നത് കേട്ടോ. റീസൺ ഈസ് സെയിം ഫോർ എവറിത്തിങ്. അപ്പോൾ ഇത്രയാണ് കോൺസെപ്റ്റ് ഉള്ളത്. എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.